ദൈവം ഒരുവന്റെ മേൽ നിക്ഷേപിച്ചു. അതാണ് മിശിഹ ചരിത്രം എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അവന്റെ കുരിശുമരണം വഴി നമുക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നും ഈ രക്ഷ സമഗ്രമായ രക്ഷയാണ് യേശു തരുന്നത്. 5 മേഖലകളിലാണ് യേശു തമ്പുരാൻ നമുക്ക് രക്ഷ നൽകുന്നത്. ഒന്ന്, ആത്മാവിന്റെ മേഖലയിൽ പാപമുള്ള മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. രക്ഷയുടെ ഒന്നാമത്തെ ഘടകം, നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് വെച്ചിട്ടോ എത്ര നല്ലവരായി ജീവിച്ചെന്ന് വെച്ചിട്ടോ നമ്മളിൽ പാപമുള്ളിടത്തോളം കാലം നമുക്ക് ദൈവത്തിന് നമ്മളെ സ്പർശിക്കാനോ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കത്തോ ഇല്ല. അതുകൊണ്ട് ഒന്നാമത്തെ മേഖല, ആത്മീയ മേഖലയിൽ നമുക്ക് വിമോചനം നൽകുവാൻ വേണ്ടി രക്ഷകൻ ജനിക്കുകയാണ്. എന്താണ് യേശുവിന്റെ ബലി, കുരിശിലെ ബലി നമുക്ക് നൽകുന്നത്? എന്തിനാണ് യേശു ബലിയായി തീർന്നത്? നമ്മൾ ചിന്തിക്കണം. എന്താണ് കാരണം? മനുഷ്യന്റെ പാപം, നമ്മളുടെ പാപമാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ ബന്ധിച്ചനാക്കിയത്. എന്താണ് പാപമെന്ന് നമ്മൾ തിരിച്ചറിയണം. 2, ഈ പാപം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ ബോധ്യമാരുണ്ടാകണം. പാപം എന്താണെന്നും അതിന്റെ പരിണിത ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പോണം. ആദ്യത്തെ മാതാപിതാക്കള് പാപം ചെയ്തു. എന്താ പാപം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും അനുസരണക്കേടെന്ന് പറയും. അനുസരണക്കേടാണോ പാപം? അനുസരണക്കേട് പാപമാണ്. പക്ഷെ അതിന്റെ പുറകിൽ ഒരു ചോദ്യം ചോദിക്കണം. എന്തുകൊണ്ടാണ് അവർ അനുസരണക്കേട് ചെയ്തത് നമ്മൾ ചോദിക്കണം. അപ്പോൾ അത് പാപമാവത്തുള്ളൂ. എന്തിനാ ഹൗവ അനുസരണക്കേട് ചെയ്തത്? അവൾക്ക് ദൈവത്തെ പോലെ ആകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പോലെ ആകുവാൻ വേണ്ടിയിട്ടാണ് ആദിമ മാതാപിതാക്കള് പാപം ചെയ്യുന്നത്. അതാണ് പാപകാരണം. ഇന്നും ആ ഹൗവയുടെ മക്കള് ഇതേ പാപം തന്നെ നമ്മളിലുള്ളത്. നമ്മളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കാര്യം നടക്കണം, എൻ്റെ ഇഷ്ടം നടക്കണം, എൻ്റെ പദ്ധതികൾ നടക്കണം, എൻ്റെ പ്ലാനുകൾ നടക്കണം. അവിടെ ദൈവ പദ്ധതി എന്താണെന്നോ ദൈവ ഇഷ്ടം എന്താണെന്നോ എൻ്റെ സഹോദരന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. ഇന്നും അതേ പാപം, ദൈവനിഷേധം. നമ്മളെല്ലാം ദൈവങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം നടക്കുവാൻ വേണ്ടി, നമ്മുടെ സൗകര്യങ്ങൾ നടക്കുവാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മൾ ദൈവവചനത്തെയോ മറ്റുള്ള ഇഷ്ടങ്ങളെ നമ്മൾ ഭംഗിയായിട്ട് ഹനിക്കുകയാണ്. ഈ അഹങ്കാരം എന്ന സാധനം നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ദൈവാനുഗ്രഹം കിട്ടില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവാനുഗ്രഹം കിട്ടില്ല. കാരണം ആ ഒരു പാപം എന്താണ് ചെയ്തത് നമ്മൾ തിരിച്ചറിയണം. ഹൗവ ഒരു പാപം ചെയ്തു. ദൈവനിഷേധം, ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തെ അവർ ദുരുപയോഗിച്ചു. അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി, ദൈവത്തെ പോലെ ജീവിക്കാൻ, ദൈവമായിട്ട് ജീവിക്കാൻ, സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവർ ദുരുപയോഗിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അനുസരണക്കേട് മാത്രം. അതിന്റെ ഫലം എന്താ? ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഒരൊറ്റ പാപം മതി, നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മളെല്ലാം ജീവിതത്തില് ദൈവനിഷേധമായ അഹങ്കാരം, സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യൻ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളൊരു വശത്തു കൂടി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച ഇല്ല. ഒരൊറ്റ പാപം മൂലം ഹൗവയും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ പാപം മൂലം നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ അനുഗ്രഹമോ കൃപയോ നമ്മുടെ ജീവിതത്തിൽ വരില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഹൗവ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഞാൻ ഒരൊറ്റ പാപം ചെയ്തതിന് എന്നെ പറുദീസയിൽ നിന്ന് പുറത്താക്കി. ഇന്ന് ഈ കിടന്ന മക്കളെല്ലാം ഇഷ്ടം പോലെ പാപം ചെയ്തിട്ട് എന്താണ് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ദൈവം നീതിമാനായ ദൈവത്തിന് ഉത്തരവില്ലാതെ വരും. അതുകൊണ്ട് ദൈവത്തിന് അന്ന് ഹൗവയെ പുറത്താക്കിയ ദൈവം നമ്മളെ പുറത്താക്കേണ്ടി വരും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ വിചാരം എന്താണ്? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല? തന്നെ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ട്. എന്താ കാരണം എന്നറിയാവോ? യേശു തമ്പുരാൻ അർപ്പിച്ച ബലി വഴി ഇന്ന് പാപത്തിന് ശിക്ഷയില്ല. 2000 വർഷം മുമ്പ് അവന്റെ ബലി വഴി ദൈവം അവൻ സ്വർഗത്തെ ഭൂമിയായിട്ട് രമ്യതയിലേക്ക് കൊണ്ടുവന്നു. അല്ലെ, രമ്യതയുടെ സുവിശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. 2 കൊരിന്ത്യർ 5:19 പറയുന്നുണ്ട്,
അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തങ്ങളോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. യേശു അർപ്പിച്ച ബലി വഴി സ്വർഗവുമായിട്ട് ദൈവവുമായിട്ട് രമ്യതപ്പെട്ടു. അതുകൊണ്ട് ശിക്ഷയില്ല. അതുകൊണ്ട് നമ്മൾക്കിന്ന് ശിക്ഷ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഓ, എല്ലാം കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുക. അല്ല, ഇന്ന് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടിയിരുന്നില്ല, പക്ഷെ ശിക്ഷയില്ലാന്റെ അർത്ഥം ദൈവാനുഗ്രഹം ഉണ്ടെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരുവനും ഇതേപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. കാരണം കരുണ, ദൈവം ലോകത്തോട് കരുണ കാട്ടി ക്രിസ്തുവിന്റെ ബലി വഴി. അത് തന്നെ എഫേസ്യരുടെ ലേഖനത്തില്, കൊളോസ്യരുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാമത്തെ ലേഖനം 20-ാമത്തെ വചനം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു 2000 വർഷം മുമ്പ് അർപ്പിച്ച ബലിയാൽ സ്വർഗവും ഭൂമിയുമായിട്ട് അനുരഞ്ജനപ്പെട്ടു. ശിക്ഷയില്ല. ശിക്ഷ മുഴുവനും പുത്രൻ ഏറ്റെടുത്തത് വഴി ദൈവത്തിന്റെ ശിക്ഷ നിർന്നിരിക്കുകയാണ്. സമാധാനം സ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പാപം ചെയ്തിട്ട് നമ്മളാർക്കും കുഴപ്പമില്ലാണ്ടിരിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാന്നല്ല. എന്നാൽ ഈ പാപം നിലനിൽക്കുമ്പോൾ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. ശിക്ഷയില്ല എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിന്റെ കൂടെ എന്നുള്ളതല്ല. ശിക്ഷയില്ലാത്ത ദൈവം സമാധാനം സ്ഥാപിച്ചു അവന്റെ പുത്രന്റെ രക്തം വഴി. എന്നാൽ അതിന്റെ അർത്ഥം നമ്മളിലേക്ക് ആ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രക്ഷയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളത്, നമ്മൾ മനസ്സിലാക്കണം, അവന്റെ ബലി എന്താണ് നടത്തിയത്. ഒരു പാപം മൂലം ഹൗവയും സ്വർഗവുമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാപം മതി, ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ദാമ്പത്യത്തില് ദൈവാനുഗ്രഹം ഉണ്ടാവില്ല, കൃപയുണ്ടാവില്ല. കൃപ വറ്റി കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, പ്രതിസന്ധികൾ വരുന്നത്. കൃപ വറ്റിപ്പോകുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ പാപം കൊണ്ട് ദൈവവും ഹൗവയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ, ഒരൊറ്റ പാപം മൂലം ലൂസിഫർ എന്ന് പറയുന്ന മാലാഖ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിൽ, ഒരൊറ്റ പാപം മതി, നമ്മളുമായിട്ടുള്ള ബന്ധം ദൈവത്തിന് വിച്ഛേദിക്കപ്പെടും. എന്നാൽ അങ്ങനെ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി ആ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. കാൽവരി മലയില് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് വേണ്ടി, നമ്മളെല്ലാവരെയും ദൈവത്തോട് രഞ്ജിപ്പിക്കുവാൻ വേണ്ടി, നമ്മളെല്ലാവരും ദൈവത്തിന് നീതിയാകുന്നതിന് വേണ്ടി അവൻ ബലിയായി തീരുകയാണ്. ഗത്സമൻ തോട്ടത്തില് ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ആ ബലിയർപ്പണത്തിന്റെ തലേ രാത്രിയില് ഈശോ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അവിടുന്ന് പറയുന്നുണ്ട്, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ് ഈശോ ഉദ്ദേശിച്ച പാനപാത്രം? കുരിശു മരണം എന്ന് പറയും. കുരിശു മരണമാണോ യേശു മാറ്റണം എന്ന് പറഞ്ഞ പാനപാത്രം? അല്ല. കാരണം ഈശോയ്ക്ക് വളരെ വ്യക്തമാണ് താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നതെന്നും. അത് ഈശോ ഇന്നത്തെ ഓശാന ഞായറിന്റെ അവസരത്തിന് ജെറൂസലേമിൽ കിടക്കുന്നതിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ യഹൂദരാലും പുരോഹിതന്മാരാലും പീഡിപ്പിക്കപ്പെടുമെന്നും കുരിശിൽ തറച്ച് കൊല്ലപ്പെടുമെന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈശോയ്ക്ക് വളരെ വ്യക്തമാണ് താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നെന്നും താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് വ്യക്തമാണ്. ഒരിക്കല് പത്രോസ് ഇത് പറഞ്ഞപ്പോ പത്രോസ് ഈശോയോട് കയറി പറഞ്ഞു, അയ്യോ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. അപ്പൊ ഈശോ എന്താ പറഞ്ഞത്? സാത്താനെ, എന്റെ മുമ്പിൽ നിന്നും ദൂരെ പോവുക, നിന്റെ ചിന്ത മാനുഷികമാണ്. ഇങ്ങനെ എല്ലാം പറഞ്ഞ യേശു ഗത്സമൻ തോട്ടത്തിലെത്തിയപ്പോ ഉടനെ കാലിടറി പോയോ? ഈശോന് ആകെ തളർച്ച വന്നു പോയോ? പറ്റുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരേന്ന് പ്രാർത്ഥിക്കുമ്പോ എന്തൊരു കോൺട്രഡിക്ഷൻ ആണ്. എന്താണ് ഈശോയ്ക്ക് പറ്റിയത് അവിടെ? പത്രോസ് എങ്ങനെ കേട്ടിരുന്നെങ്കിൽ അവിടെ ചോരണം കൊടുത്താന്. ഭാഗ്യത്തിന് ഉറക്കമായി പോയി അല്ലേ? നേരത്തെ പത്രോസോട് പറഞ്ഞതാ, നീ പറഞ്ഞത് മാനുഷികമാണ്, തെറ്റാണ്, സാത്താനെ എന്നൊക്കെ എല്ലാവരും മുമ്പിൽ പറഞ്ഞ ഈശോ ഇവിടെ രഹസ്യത്തിൽ വന്നിട്ട് പറയാ, പറ്റുമെങ്കിൽ അതൊന്ന് മാറ്റിത്തരണേന്ന്. എന്താ ഈശോ മാറ്റിത്തരണ ഈശോട് പ്രാർത്ഥിച്ചത്? കുരിശു മരണമാണോ? അല്ല. പിന്നെ എന്താണ്? കാൽവരി മലയില് കുരിശിൽ കിടന്ന് പിടയുമ്പോ ഈശോ കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. തന്നെ ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും അവഹേളിച്ചപ്പോഴൊന്നും അവൻ കരഞ്ഞിട്ടില്ല.
എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ദൈവം ഉപേക്ഷിച്ചോ യേശുവിനെ? ചിലർ പറയും ഇല്ല എന്ന് പറയും. പിന്നെ എന്തിനാ യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്? അത് സങ്കീർത്തനം വായിച്ചതാന്ന് പറയും. അല്ല, ദൈവപിതാവ് പരിശുദ്ധാത്മാവ് പുത്രനെ കാൽവരി മലയിലെ കുരിശില് ഉപേക്ഷിച്ചു. ത്രിത്വത്തിലെ മൂന്നാമനെ രണ്ടുപേര് ഉപേക്ഷിച്ചു. മൂന്നാമൻ ത്രിത്വത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്. എന്താ കാരണം? 2 Corinthos 5:21 വചനം പറയുന്നു, നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ മാറ്റപ്പെടേണ്ടതിന് ദൈവം പാപം അറിയാത്തവനെ പാപമാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായി വീണ്ടെടുക്കപ്പെടേണ്ടതിന് ദൈവം പാപം അറിയാത്ത തന്റെ പുത്രനെ പാപമാക്കി മാറ്റി. അങ്ങനെ ത്രിത്വത്തിലെ മൂന്നാമൻ പാപമായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ കൂട്ടായ്മയ്ക്ക് പറ്റില്ല. പാപത്തിൽ നിൽക്കുന്ന രണ്ടാമത്തെ മകനെ കൂട്ടത്തിൽ നിർത്താൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ ഹൗവ ചോദിക്കും, പണ്ട് ഞാനൊരു പാപം ചെയ്തപ്പോ എന്നെ നീ പുറത്താക്കിയെങ്കിൽ ഇത് നിന്റെ പുത്രൻ പാപമായി കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് കൂട്ടത്തിൽ നിർത്തുന്നു? പറ്റില്ല. നീതിമാനായ ദൈവം പുത്രനെ ഉപേക്ഷിച്ചു. ത്രിത്വത്തിലെ മൂന്നാമൻ പാപമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഒരു പാപം ചെയ്യുമ്പോ ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടും. ഈ വിച്ഛേദനമാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലും ദൈവം അത് ചെയ്തു. എന്തിനാണെന്നറിയാവോ? നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ 3:16 വചനം പറയുന്നുണ്ട്, ദൈവം നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രമാണ്? തന്റെ ഏകജാതനെ ബലിയായി നൽകുവാൻ, ഉപേക്ഷിക്കുവാൻ തക്കവിധം ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു. വലത് കരമൊന്ന് പൊക്കി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് വിട്ട് മാറിക്കിടക്കുന്നവരാണ്. നമ്മൾ ചെയ്ത ഒരു പാപം മതി, ദൈവമായിട്ട് നിനക്ക് കൂട്ടുകെട്ടില്ല. നിന്റെ പ്രാർത്ഥന ഈ സീലിംഗിന്റെ മേളിലേക്ക് പോവില്ല. ഒരാളോട് വെറുപ്പ്, ഒരാളോട് വിദ്വേഷം, ഒരാളോട് പക, ഒരു ജഡിക പാപം, 2 നുണ, ഇതിലേത് നിന്നാലും നീയും ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇത് തമാശായിട്ട് കണക്കാക്കരുത്. പാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പാപം മതി, ഒരു മരക പാപം മതി, നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. എന്നാൽ ഇന്നും ആ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കുവാനും ഇന്ന് നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. എന്താ കാരണം എന്നറിയാവോ? ആ ബലി ഇന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ആ ബലിയുണ്ട്. അവൻ കുരിശിൽ മറിഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് 2ആയി താഴത്തേക്ക് കീറി എന്നാ പറയണത്. എന്താണ്? ദൈവവുമായിട്ടുള്ള അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വെച്ച് വേർതിരിച്ചിരുന്ന തിരശ്ശീല കീറിപ്പോയി. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എപ്പോഴും കടന്നു വരുവാനുള്ള കൃപ, അനുഗ്രഹം യേശു തമ്പുരാൻ തന്റെ ബലി വഴി നേടിത്തന്നു. ഹല്ലേലൂയ. ആ ബലി ഇന്നും അവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പാപത്തിലാണെങ്കിൽ പോലും നമുക്ക് ദൈവസന്നിധിയിൽ അവന്റെ നാമത്തിൽ കടന്നു വരാൻ സാധിക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്ന് നമ്മൾ പാപത്തിൽ കിടക്കുക എന്നുള്ളതല്ല. അനുതപിക്കണം. എന്റെ പാപങ്ങളാണ് അവനെ കുരിശിൽ തറച്ചതെന്ന് ബോധ്യമുണ്ടാകണം. എന്റെ വേദനകളാണ് അവൻ വഹിച്ചത്. എന്റെ തെറ്റുകൾക്കാണ് അവൻ ശിക്ഷയേറ്റത്. എന്നെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ സ്വയം ബലിയായി തീർന്നു. അവന്റെ ബലി വഴി ഇന്നും ഞാൻ പാപിയായിരിക്കെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ എനിക്ക് ഇന്നും അവസരമുണ്ട്. ഇതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം, കർത്താവിനോട് നന്ദി പറയണം. ഈ ബലിയുടെ നന്ദി പറച്ചിൽ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നത്. കൃതജ്ഞത ബലി അർപ്പിക്കുവാൻ അവൻ എനിക്ക് വേണ്ടി ചെയ്ത ആ ബലിയുടെ യോഗ്യതയാല് പാപിയായ എനിക്ക് ഇന്നും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പൊ സഭ നമുക്കൊരു അവസരം തരികയാണ് പശ്ചാത്തപിക്കുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ, മാറ്റങ്ങൾ വരുത്തുവാനായിട്ട്. അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ബലി കിടപ്പുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ ദുരുപയോഗിക്കുകയല്ല വേണ്ടത്. മാറ്റണം. വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം. തെറ്റുകൾ തിരുത്തണം, മാറ്റേണ്ടത് മാറ്റണം. അങ്ങനെ യേശുവിന്റെ ബലിയുടെ വേദനകൾ അവനെ ഇനിയും പീഡിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. ഞാൻ മുഖാന്തരം ഇനി യേശു പീഡിപ്പിക്കാൻ പാടില്ല. എന്റെ പാപങ്ങൾ മൂലം അവൻ ഒത്തിരി സഹിച്ചു. ഈശോയെ, ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത പാപങ്ങള്, നമ്മൾ കുമ്പസാരമെന്ന ഒരു കൂതാശയുള്ളത് കൊണ്ട് നമ്മളെല്ലാം വളരെ സൗകര്യപൂർവ്വം പാപം ചെയ്യുകയാണ്. ഈ പാപമാണ് അവന്റെ തലമുടിയിൽ മുൾക്കിരീടമായി എന്നും വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുക്കുന്ന മുൾക്കിരീടം ഇനി വെക്കരുത് മക്കളെ. നമ്മള് പാപത്തെ ഗൗരവത്തോടെ കാണണം. പാപം ചെയ്യാനുള്ള ഒരു അവസരമല്ല കുമ്പസാരം.
ഓരോ പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മൾ ക്രിസ്തുവിനെ പീഡിപ്പിക്കുകയാണ്. അവനെന്നും മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവനെന്നും അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജഡിക പാപം ചെയ്യുമ്പോഴും ക്രിസ്തുവിനെ നമ്മൾ വിവസ്ത്രനാക്കുകയാണ് ചെയ്യുന്നത്, അവനെ നഗ്നനാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും ക്രിസ്തു നമ്മുടെ സഹോദരന്മാരില് അവരെ നഗ്നരാക്കുമ്പോൾ നമ്മൾ അവനെ നഗ്നനാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ അവയവങ്ങളാണ്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ്, നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. ഈ അവയവത്തിൽ ഒന്നിനെ ഞാൻ നഗ്നതയാക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ തന്നെയാണ് നഗ്നനാക്കുന്നത്. 10-ാം സ്ഥലം നമ്മളെല്ലാരും ചെല്ലാറുണ്ട്. അതാ റോമ പടയാളികള് അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു മാറ്റി. കാൽവരി മലയിലെ കുരിശില് അവനെ കുരിശി തറച്ചപ്പോൾ ആ വെള്ളവസ്ത്രം അവന്റെ അരയിലില്ലായിരുന്നു. സ്വന്തം സഹോദരിമാരുടെ മേലും അമ്മയുടെ മുമ്പിൽ വെച്ച് നഗ്നനായി യേശു ക്രൂശിക്കപ്പെടുകയാണ്. എന്താ കാരണം? എന്റെ ജഡിക പാപങ്ങള്. ഇതിനെ ഓർത്ത് നമ്മൾ അനുതപിക്കണം, കരയണം, അതിനുവേണ്ടി പരിഹാരം ചെയ്യണം. അതിനാണ് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പരിത്യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ക്രിസ്തുവുമായി രമ്യതപ്പെടണം, ദൈവവുമായിട്ട് രമ്യതപ്പെടണം. അങ്ങനെ നമ്മൾ രമ്യതപ്പെടുമ്പോ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ രമ്യത ഉണ്ടാകണം, മക്കളുമായിട്ട് രമ്യത ഉണ്ടാകണം, സഹോദരങ്ങളായിട്ട് രമ്യത ഉണ്ടാകണം. അവിടെയാണ് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുക. ഈ ബലി അവിടെ നിൽക്കുന്നിടത്തോളം കാലം രമ്യതപ്പെടാൻ സമയമുണ്ട്. പക്ഷെ നാളെ നമ്മൾ വെച്ച് നിൽക്കരുത്. കാരണം ഈ രാത്രിയിൽ നീ മരിച്ചു കഴിഞ്ഞാൽ, നീ ദൈവവുമായിട്ട് രമ്യതപ്പെട്ടിട്ടില്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് നമ്മളെല്ലാവരും പോകും. അതുകൊണ്ട് നമ്മൾ രക്ഷ വെച്ച് താമസിപ്പിക്കരുത്. ഓരോ നോയമ്പ് വരുമ്പോൾ അടുത്ത നോയമ്പിലാകട്ടെ ചില ദുശീലങ്ങൾ മാറ്റട്ടെ, ഇപ്രാവശ്യത്തെ നോയമ്പിന് വേണ്ട, അടുത്ത പ്രാവശ്യം നോക്കാന്ന് വെച്ചിരിക്കും. നിൽക്കരുത്. നിന്നിൽ പാപമുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഇന്ന് നീ മരിച്ചു പോയാൽ ദൈവവുമായിട്ട് ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ നീ മരിച്ചു പോകും. കാരണം ഹൗവ ദൈവത്തെ ഒരു പാപം മൂലം വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ, നമ്മളിൽ പാപമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മരിച്ചാൽ നിത്യ നരകത്തിൽ എന്നേക്കുമായിട്ട് നമ്മൾ പോകും. അതുകൊണ്ട് പാപത്തെ ഓർത്ത് നമ്മൾ അനുതപിക്കണം, വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. നമ്മുടെ മക്കളോട് പറയണം, പാപം വെച്ച് കളിക്കരുത് മക്കളെ. കാരണം ദൈവവുമായിട്ട് നമ്മൾ വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് ശിക്ഷയില്ല എന്ന് വെച്ചിട്ട് പാപം കൊണ്ട് നടക്കരുത്. ചില ആൾക്കാരൊക്കെ പറയും, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്താ സംഭവിച്ച? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാവോ? ആ ബലി ഇന്ന് ദൈവസന്നിധിയിൽ കിടക്കുന്നുണ്ട്, ദൈവം ശിക്ഷിക്കുന്നില്ല. എന്നാൽ നിന്റെ മരണം എന്ന് സംഭവിക്കുന്നുവോ അത് ഇന്ന് നടക്കാം, അടുത്ത ദിവസം നടക്കാം. അന്ന് ഈ പാപത്തോടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ഒരു കാലത്ത് നിനക്ക് പിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ഭയത്തോടെ ബഹുമാനത്തോടെ നമ്മൾ ഈ ബലിയെ കാണണം. ക്രൂശിതനായ ക്രിസ്തു ഇന്നും പോഷത്തരമാണ്, എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ അത് രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മനുഷ്യനാൽ അസാധ്യമായത് ദൈവം തന്റെ പുത്രൻ വഴി ചെയ്യുകയാണ്. ഈ പാപബോധമില്ലാത്ത മനുഷ്യരിങ്ങനെ ലോകത്തിലിങ്ങനെ നടക്കുകയാണ്, നമ്മളും അതിൻ്റെ കൂടെ നടക്കുകയാണ്. ഫാഷൻ എന്ന് പറഞ്ഞ്, സൗകര്യങ്ങൾ എന്ന് പറഞ്ഞ്, ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരിച്ചു വരണം. ആഴമായ അനുതാപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. പാപമല്ല ദൈവത്തിന്റെ മുമ്പിൽ പ്രശ്നം, കാരണം നമ്മളൊക്കെ പാപത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് പാപമല്ല ദൈവത്തിന് മുമ്പിൽ പ്രശ്നം, അനുതപിക്കാത്ത പാപമാണ് ദൈവത്തിന് മുമ്പിൽ പ്രശ്നമായി നിൽക്കുന്നത്. ഇത്രയും ധ്യാനങ്ങളും ഇത്രയും സുവിശേഷ പ്രസംഗങ്ങളും ഇത്രയും പ്രാർത്ഥനകളൊക്കെ നടന്നിട്ടും നമ്മൾ പലരും പഴയ ചിന്താഗതിയിലാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില ബീഡി വലി നിർത്തി, സ്മോൾ അടി നിർത്തി, നമുക്കൊക്കെ ചില പ്രശ്നമുണ്ടാകുന്ന ചില പാപങ്ങളൊക്കെ മാറ്റി, അല്ലാത്ത ഇപ്പോഴും സുഖങ്ങളും സൗകര്യമുള്ള പാപങ്ങൾ ഇപ്പോഴും നമ്മൾ അതിൽ തന്നെ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. നിനക്ക് വേണ്ടി, നിന്റെ സകല പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ബന്ധങ്ങളും രോഗങ്ങളും നമ്മളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി അവൻ ബലിയായി മാറിയിട്ടുണ്ട്. വെച്ച് നീട്ടരുത്. അനുതാപത്തിലേക്ക് വരണം. അനുതപിക്കുക എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് പാപങ്ങള് അച്ഛന്മാരെ ചെവിട്ടിൽ കുമ്പസാരിക്കലല്ല അനുതാപം. ക്രിസ്തുവിന് വേണ്ടി, നിനക്ക് വേണ്ടി മരിച്ചതിന് വേണ്ടി ജീവിക്കണം. അതാണ് അനുതാപം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിൽ പോയി. ഇന്നിപ്പോ ധ്യാനം കൂടിയിട്ട് നമ്മളെല്ലാം വീണ്ടും നമ്മുടേതായ രാജ്യം പണിതുയർക്കാൻ വേണ്ടി പോവുകയാണ്. അതല്ല അനുതാപം. ദൈവത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് പൗലോസ് 2 കോരിന്തോസ് 5 പറയുന്നുണ്ട്, ആയതിനാൽ ഇനിയും ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ തങ്ങളെ പ്രതി മരിച്ചവന് വേണ്ടി ജീവിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോ, ക്രിസ്തുവിനെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുമ്പോ, അവന്റെ വചനത്തിന് 1-ാം സ്ഥാനം ജീവിതം കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് വെറുതെ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ദൈവവുമായിട്ട് ബന്ധമുണ്ടാവില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ ദാമ്പത്യം, നമ്മുടെ മക്കള്, അവരുടെ വിദ്യാഭ്യാസം, ജോലി എല്ലാം അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വേണം ജീവിക്കുവാനായിട്ട്. അതാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓരോ പാപികളും അനുതപിക്കുന്നവർ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സാന്തരം ഉണ്ടാവുക. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ രക്ഷ വഴി നമ്മൾ ദൈവമായിട്ട് ബന്ധമുണ്ടാവുള്ളൂ. അല്ലാതെ കള്ളുകൂടി നിർത്തിയത് കൊണ്ടോ ബീഡി വലി നിർത്തിയത് കൊണ്ടോ ഒന്നും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടത്തില്ല. കാരണം ആത്യന്തിക പാപം എന്ന് പറയുന്നത് കള്ളുകൂടിയോ ബീഡി വലിയോ അല്ല. ദൈവനിഷേധം, ദൈവത്തോട് തിരസ്കരണം. കാരണം നമ്മുടേതായ ജീവിതം നയിക്കുക. നമ്മളെന്തിനാ കൃഷി നടത്തുന്നത്? നമ്മുടെ കുടുംബം നന്നായി വരാൻ വേണ്ടിയിട്ട്. നമ്മളെന്തിനാ മക്കളെ പഠിപ്പിക്കുന്നത്? അവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മളെന്തിനാ വിവാഹം കഴിക്കുന്നത്? നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ അല്ല. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അവിടെയാണ് മനസ്സാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ അവന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കാൽവരി മലയിൽ 2000 വർഷം മുമ്പ് നമുക്ക് നേടിത്തന്ന രക്ഷ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കടന്നു വരും. 5 മേഖലകളിലാണ് രക്ഷ നമുക്ക് കിട്ടുക. ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവമായിട്ടുള്ള വിച്ഛേദിക്കയുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. ദൈവം നമ്മുടെ ഭവനത്തിൽ വരും. സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു വന്ന യേശു നമ്മുടെ ഭവനത്തിലും കടന്നു വരും. രണ്ടാമത് രക്ഷ ശരീരത്തിന്റെ മേഖലയില്. പാപം മൂലം രോഗമായി തീർന്ന ശരീരങ്ങള് അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. രോഗസൗഖ്യം കിട്ടും നമുക്ക്. യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ, യേശുവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സൗഖ്യം കിട്ടും. 3 മനസ്സിന്റെ മേഖലയിൽ രക്ഷ. കുറ്റബോധം, നിരാശ, ഭയം, ഉത്കണ്ഠ, അപകർഷതാബോധം, ഇങ്ങനത്തെ പലതും, ഭയം, ആകുലതകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപമാനങ്ങള്, ഇതിനെല്ലാം കർത്താവ് നമുക്ക് വിമോചനം നൽകും. അതുകൊണ്ടാണ് അവൻ ദുഃഖിതനും നിരാശനും വേദനിക്കുന്നവനായി തീർന്നു. എന്തിനാണ്? നമ്മുടെ വേദനകളും ദുഃഖങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. യെശയ്യാ 53:3 പറയുന്നുണ്ട്, നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമാണ് അവൻ വഹിച്ചത്. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ മേഖലയിലുള്ള ആന്തരിക മുറിവുകള്, അവിശ്വാസത്തിന്റെ മേഖല, കുറ്റബോധം, നിരാശ, ഭയം, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള ഭയത്തിന് മനസ്സിന്റെ എല്ലാ മേഖലകളും നമുക്ക് വിടുതൽ നൽകും. എപ്പോഴാണ്? നീ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോ. 4ാമത് രക്ഷയുടെ 4ാമത്തെ ഘടകം ബന്ധങ്ങളിലാണ്. പാപം മൂലം ബന്ധങ്ങളുലെയും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുലെയും, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുലെയും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുലെയും. എന്നാൽ ഈ ബന്ധങ്ങൾ മുഴുവൻ പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി അവനുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ദൈവം വിച്ഛേദിച്ചു കളഞ്ഞു. ആദ്യം അമ്മയിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെട്ടു. പിന്നീട് 12 ശിഷ്യന്മാര് ഒരുവൻ ഒറ്റിക്കൊടുത്തു. ബാക്കി 11 പേര് അവനെ ഉപേക്ഷിച്ചു പോയി. അവസാനം കാൽവരി മലയിൽ പിതാവും ഉപേക്ഷിച്ചു അവന്. അങ്ങനെ അവന് ഭൂമിയിലും സ്വർഗത്തിലും എല്ലാ ബന്ധങ്ങളും ദൈവം വിച്ഛേദിച്ചു കളഞ്ഞു. എന്തിനാണെന്നറിയാവോ? നമ്മളെ തകർക്കപ്പെട്ട ബന്ധങ്ങള് പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ രക്ഷയുടെ 4ാമത്തെ ഘടകം. 5ാമത് രക്ഷ വരുന്നത് എങ്ങനെയാണ്? സാമ്പത്തിക മേഖലയില്, കൃഷി മേഖലയില്, ബിസിനസ് മേഖലയില് പാപം മൂലം ശാപങ്ങൾ വരികയാണ്, സാമ്പത്തിക പ്രതിസന്ധികൾ വരുന്നു. എന്നാൽ 2 കോരിന്തോസ് 2:8-9 പറയുന്നു, നാം എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി, നമ്മളെല്ലാവരും സമ്പന്നരാക്കുവാൻ വേണ്ടി ക്രിസ്തു, സർവമഹത്വമുള്ള സമ്പന്നതയുള്ളവനായ ദൈവം ദരിദ്രനായി തീർന്നു എന്നാണ് വചനം പറയുന്നത്. എവിടെയാ അവൻ ദരിദ്രനായെന്നറിയാവോ? ആരാണ് ദരിദ്രൻ? ആഹാരം, വസ്ത്രം, പാർപ്പിടമില്ലാത്തവനാണ് ദരിദ്രൻ എന്ന് പറയുക. യേശു എവിടെയാ ദരിദ്രനായത്? കാൽവരി മലയിലെ കുരിശില് അവൻ വിശക്കുന്നവനും ദാഹിക്കുന്നവനായിരുന്നു. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നു. അവൻ തലചായ്ക്കാൻ സ്ഥലമില്ലാത്തവനായിരുന്നു. അങ്ങനെ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വന്നിട്ടുള്ള എല്ലാവിധ ശാപപാപ ബന്ധനങ്ങളും നമ്മളെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ ദരിദ്രനായി തീർന്നു. അങ്ങനെ മാനവകുലത്തിന്റെ സമഗ്ര രക്ഷ കർത്താവ് നമുക്ക് നേടിത്തരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ രക്ഷ ഇന്ന് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ അനുതപിക്കണം, പശ്ചാത്തപിക്കണം, ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പരിഹാരം ചെയ്യണം. എങ്ങനെയാ സക്കേവൂസിന് രക്ഷ കിട്ടിയത്? ധ്യാനം കൂടിയിട്ടാണോ? അല്ല. ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിതാ ഞാൻ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ദരിദ്രരെ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിതാ അവരോട് പങ്കുവയ്ക്കുന്നു. പരിഹാരം ചെയ്യണം. അപ്പോൾ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും.